ആദ്യത്തെ സ്പ്രേയിൽ തന്നെ മുഖത്തൊരു സന്തോഷം വിരിയും. ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പ്രത്യേകത. ഒരു ഹാപ്പിനെസ് തരുന്ന മണമാണ്. ചില പെർഫ്യൂമിനൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യുന്ന സമയത്തിന് മുഖത്തൊരു ഒരു ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. സോ ആ ഒരു മാജിക് ഈ ഒരു പെർഫ്യൂമിൽ അത് വർക്കായിട്ടുണ്ട്. പക്ഷേ ചെറിയുടെ മണമുള്ള ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരാൾ, അല്ലെങ്കിൽ ഒരു ആണോ പെണ്ണോ, അപൂർവമായിരിക്കും അങ്ങനെ നോട്ടുകൾ. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഉദ്ദേശിക്കുന്ന പെർഫോമൻസും ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഏത് സീസണിൽ യൂസ് ചെയ്യാം. മാൻസറ 2024 ലോഞ്ച് ചെയ്തൊരു പെർഫ്യൂമാണ് ചെറി. നമ്മളധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു നോട്ടാണ് ചെറിയുടെ നോട്ട്. അപ്പം ഈ ഒരു പെർഫ്യൂം ചെറിയാണ് മെയിൻ നോട്ടായിട്ട് വരുന്നത്. പെർഫ്യൂം മേക്ക് ചെയ്തത് പിയറി മോണ്ടാല എന്നുള്ള പെർഫ്യൂം അദ്ദേഹത്തിൻ്റെ തന്നെയാണ്, മാൻസറയും മോണ്ടാലയും. ഇനി ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് പൗഡറി, ചെറി, വാനില, പച്ചോളി, സിട്രസ്, ഐറിസ്, വുഡി, എർത്തി, മസ്കി, ഫ്ലോറൽ. സോ ഇത് നിങ്ങൾക്കിത് പ്രൊഫൈൽ വായിക്കുമ്പോൾ തന്നെ ഇവൻ്റെ ഒരു ക്യാരക്ടർ, ആ ഒരു ജോൺറ എന്താണെന്ന് മനസ്സിലാവും. ഇതൊരു ഫ്രഷാണ്, ഫ്രൂട്ടിയാണ്, സ്വീറ്റാണ്. സമ്മർ സീസണിൽ യൂസ് ചെയ്യേണ്ട ഒരു ഫ്രഷ്, സ്വീറ്റ്, ഭയങ്കര സെക്സി സെഡക്റ്റീവായിട്ടുള്ളൊരു നോട്ടാണ് ചെറി. ടോം ഫോർഡ് ലോസ്റ്റ് ചെറി ഇറക്കിയിട്ടുണ്ട്. ഓരോ പെർഫ്യൂം ബ്രാൻഡും ചെറി എന്ന നോട്ട് ഒരു എക്സ്ക്ലൂസീവായിട്ട് ഇറക്കാറുണ്ട്. നമ്മളിപ്പോൾ ഗിർലാൻഡ് അതിന് ചെറിയുടെ നോട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ചെറിയോടൊപ്പം തന്നെ വേറെ കുറേ നോട്ടുകൾ, ഫോർ എക്സാമ്പിൾ ആൽമണ്ടിൻ്റെ നോട്ട് ചേർക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മുഴുവനായിട്ടും ഒരു സ്വീറ്റ് ചെറിയ നോട്ട് ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ബാച്ചാണ്. ഇവിടെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 120 ml ലോട്ട് നമ്പർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നോട്ട് ഫോർ സെയിൽ. ബോട്ടിൽ അൺബോക്സ് ചെയ്യാം. ബോട്ടിലിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയുടെ ആ ഒരു കണ്ണിന് തന്നെ ഒരു ഉന്മാദം തരുന്ന ഒരു പ്ലസൻറ്റ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സിറപ്പി സ്വീറ്റ് ആയിട്ടുള്ള പെർഫ്യൂമാണ് ചെറി. പണ്ട് എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലാണോ 9ാം ക്ലാസ്സിലാണോ എന്ന് എനിക്കറിയില്ല, ഇനി +1 ആണോ എന്ന് എനിക്കറിയില്ല. റസ്കിൻ ബോണ്ടിൻ്റെ ചെറി ട്രീ എന്നൊരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട്. രാകേഷ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ചെറി പഴം കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് കുഴിച്ചിടുന്നതുമായി ബന്ധപ്പെട്ടൊരു കഥ. അന്ന് ഇംഗ്ലീഷ് മാഷ് എനിക്കത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു ഭാവന കണ്ടിരുന്നു. അപ്പോൾ അന്ന് മനസ്സിൽ കണ്ട ഒരു ചെറിയുടെ ഒരു മണവും കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ എന്താണെന്ന് ഞാൻ സങ്കല്പിച്ചത്. അതാണ് ഈ ഒരു പെർഫ്യൂമിൽ എനിക്ക് കിട്ടുന്നത്. സ്വീറ്റ് ബെറീസ് ആൻഡ് ചെറീസിൻ്റെ സ്മെല്ല്. നോട്ട്സ് ഞാൻ പറയാം. റസ്കിൻ ബോണ്ടിൻ്റെ ആ ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ. ഏത് ക്ലാസ്സിലാണെന്ന് എനിക്കറിയില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ട്. നോട്ട്സ് പറയാം. ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ചെറി, ബെർഗാമോ, ലെമൺ ടോപ്പ് നോട്ടിൽ. മിഡിൽ നോട്ടിൽ ഹീലിയോട്രോപ്പ്, പച്ചോളി, ഓറിസ് റൂട്ട്, പിന്നെ ജാസ്മിൻ. ബേസ് നോട്ടിൽ വൈറ്റ് മസ്ക്, വാനില. ട്രൈ ചെയ്യാം. ഓപ്പണിങ്ങിൽ തന്നെ നല്ല ക്യാൻഡി സ്വീറ്റ്. നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, പല നിറത്തിലുള്ള ഈ പഞ്ചസാര ഇട്ട് വെച്ചിരിക്കുന്ന ക്യാൻഡി, മഞ്ഞ, പച്ച, ചുമപ്പ്, നീല, വെള്ള നിറത്തിലൊക്കെയുള്ള മധുരം ചേർത്ത് പഞ്ചസാര കൊണ്ട് മൂടിയ ക്യാൻഡീസില്ലേ, സ്വീറ്റ് ക്യാൻഡീസ്. അതിൻ്റെ ഒരു ക്യാൻഡി സ്മെല്ലും, പിന്നെ ചെറി ഫ്രൂട്ടിൻ്റെ ഒരു ഡാർക്ക് ചെറി, നല്ല കടുത്ത പഴുത്ത് തൊട്ട് കഴിഞ്ഞാൽ തൊലി അകത്തോട്ട് ഞെങ്ങിപ്പോകുന്ന തരത്തിലുള്ള സ്വീറ്റ് ചെറിയുടെ നോട്ടും, ഈ ക്യാൻഡി മിഠായിയുടെ മണവും. പഞ്ചാര മിഠായി പണ്ട് കിട്ടുമായിരുന്നു, അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പഞ്ചസാര ഇട്ട് വെച്ചപ്പോൾ ഒരു ജെല്ലി മിഠായി ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കിട്ടാറുണ്ട്. കവറിനകത്തിട്ട്, ട്രാൻസ്പെറൻറ്റ് കവറിനകത്തുണ്ടാവും. സോ ആ ഒരു ജെല്ലി ബെറീസ്, ജെല്ലി ക്യാൻഡി സ്വീറ്റ്, ഒപ്പം ഈ ചെറി പഴത്തിൻ്റെ ഒരു സ്വീറ്റ് സ്മെല്ല്. മൈബർബറി ബ്ലാക്കിലൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ടൈപ്പ് ഓഫ് ഒരു സ്വീറ്റ് നോട്ട് ഓപ്പണിംഗ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇതിനും ഒരു ചെറി സ്വീറ്റ് ക്യാൻഡി സ്മെൽ, ഓപ്പണിങ്ങിൽ ഒരു ഫ്രൂട്ടി സ്മെല്ല്. നിങ്ങൾക്ക് ആദ്യത്തെ സ്പ്രേയിൽ തന്നെ ചെറിയുടെ മണം കിട്ടും. നല്ലൊരു സ്വീറ്റ് സ്മെല്ലാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ്. ആദ്യത്തെ സ്പ്രേയിൽ തന്നെ മുഖത്തൊരു സന്തോഷം വിരിയും. അതാണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ പ്രത്യേകത. ഒരു ഹാപ്പിനെസ് തരുന്ന മണമാണ്. ചില പെർഫ്യൂമിനൊക്കെയാണ് നമുക്ക് ട്രൈ ചെയ്യുന്ന സമയത്തിന് മുഖത്തൊരു ഒരു ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. സോ ആ ഒരു മാജിക് ഈ ഒരു പെർഫ്യൂമിൽ അത് വർക്കായിട്ടുണ്ട്. പിന്നെ ഹീലിയോട്രോപ്പ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമുണ്ട്, പെർഫ്യൂംസ് ഡെ മാലി പെഗാസസ്. അതിൽ ഹീലിയോട്രോപ്പ് എന്നുള്ള നോട്ട് ചേർത്തിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ആ ഒരു നോട്ട്, ഒരു ഫ്ലോറൽ സ്മെല്ല്. നിങ്ങൾക്ക് ഒരു ഫ്ലോറൽ സ്മെല്ല് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടും. ഒരു ടൈപ്പ് ഇൻസെൻസ് പോലെ ആയിരിക്കും നിങ്ങൾക്കത് ഫീൽ ചെയ്യുക. അത് ഈ ഹീലിയോട്രോപ്പ് എന്നൊരു ഫ്ലോറലിൻ്റെ സ്മെല്ലാണ്. നല്ലൊരു പൗഡറി സ്വീറ്റ് ഒരു സ്മെല്ല്. ഈ ഒരു ചെറിയുടെ നോട്ടിനോടൊപ്പം തന്നെ ഹീലിയോട്രോപ്പിൻ്റെ ഒരു ഫ്ലോറൽ പൂക്കൾ വിരിഞ്ഞ ഒരു ഫ്ലോറൽ സ്മെല്ലും കിട്ടും. അപ്പോൾ ഒരു പൗഡറി സ്മെല്ലും വരും. പിന്നെ ഓറിസ്, ബേസിക്കലി ഒരു ഐറിസിൻ്റെ സ്മെല്ലാണ് അത് ഓറിസ് എന്ന് പറയുന്നത്. ഐറിസിൻ്റെ ഒരു ലക്ഷറീസ് ടൈപ്പ് സ്മെല്ലും ഉണ്ടാവും. സോ ഇതെല്ലാം ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന നോട്ടുകളാണ്. ഇപ്പോൾ ചെറിയാണെങ്കിലും ശരി, ഹീലിയോട്രോപ്പ് ആണെങ്കിലും ശരി, ഓറിസ് ആണെങ്കിലും ഒക്കെ. ഡ്രൈഡോണിൽ വരുമ്പോൾ നമുക്ക് നല്ലൊരു മസ്കി വാനില സ്മെല്ലായിരിക്കും. വാനില മസ്കി നോട്ട് ഉണ്ടെങ്കിലും അപ്പോഴും ഈ ചെറിയുടെ നോട്ട് നമുക്ക് കുറേ കിട്ടും. സോ ഇത് ആര് വാങ്ങണം? ഇത് നമ്മൾ വെയിലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം തന്നെയാണ്, യാതൊരു സംശയമില്ല. അടിച്ചിട്ട് വെയിലത്ത് ഇറങ്ങാം, ഓഫീസിലൊക്കെ ഉപയോഗിക്കാം. നമുക്കൊരു സമ്മർ സീസണിൽ നമ്മളിപ്പോൾ ഒരുപാട് സിട്രസ് ബേസിക്കലി നമ്മളിപ്പോൾ നാരങ്ങയും ഓറഞ്ചും
അതുപോലെ തന്നെ ആ ഒരു DNA വരുന്ന കുറേ അധികം പെർഫ്യൂം ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ അടുത്ത കാലത്ത് റിവ്യൂ ചെയ്തതിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ചെറി. അപ്പോൾ ചെറിയുടെ നോട്ട് പെർഫ്യൂമറിയിൽ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക, ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂമാണ്, കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ് ചെറി. സായിപ്പിന് ഈ ഒരു നോട്ട് വളരെ ഫെമിലിയർ ആയിരിക്കും, പക്ഷേ മലയാളികൾക്ക്, ഇന്ത്യയിലുള്ളവർക്ക് ഈ ഒരു നോട്ട് അത്ര ഫെമിലിയർ അല്ല. നമുക്ക് സുപരിചിതമായിട്ടുള്ളൊരു മണമല്ല ചെറിയുടെ മണം. സോ ഈ ഒരു സ്പ്രിംഗ് സമ്മർ സീസണിൽ ഉപയോഗിക്കേണ്ട നല്ലൊരു ഫ്രഷ് ഫ്രൂട്ടി സ്വീറ്റ് സ്മെൽ, ചെറിയുടെ ഒരു പഴുത്ത സ്വാദും ഒപ്പം ഐറിസിൻ്റെ ഒരു മണവും ഒരു ഡെപ്തും പിന്നെ ഹീലിയോട്രോപ്പ് എന്നൊരു ലക്ഷറി ഫ്ലോറൽ സ്മെല്ലും കൂടി ചേർന്ന് വരുന്ന ഒരു ഫ്രൂട്ടി സ്വീറ്റ്, ഒപ്പം ബെർഗാമോറ നോട്ട്. മണം നന്നായിട്ട് ചേഞ്ച് ആവുന്നു. ഓക്കെ, ബെർഗാമോറ നോട്ടും ലെമണിൻ്റെ നോട്ടും ബ്ലാക്ക് ചെറിയും ഹീലിയോട്രോപ്പും ഐറിസും ഒക്കെ ചേർന്നൊരു ഒരു ഒരു മാജിക് ക്രിയേഷൻ, ഒരു സർറിയൽ എഫക്റ്റ് വരുന്ന ഒരു പെർഫ്യൂമാണ് ചെറി. ട്രൈ ചെയ്യണം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഗേൾസിന് നന്നായിട്ട് വർക്കൗട്ട് ആവും. പറ്റുമെങ്കിൽ നിങ്ങളത് വാങ്ങുക, ട്രൈ ചെയ്യുക. ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം കൂടിയാണത്. യൂണിസെക്സ് ആണ്. മാൻസറയുടെ ചില പെർഫ്യൂംസൊക്കെ യൂണിസെക്സ് ആണ്. ഇത് രണ്ട് കൂട്ടർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഗേൾസിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കും ഈ പെർഫ്യൂം യൂസ് ചെയ്യാം. യൂണിസെക്സ് ആണ്. ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന പെർഫ്യൂമാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് അറൗണ്ട് ഒരു 9-10 മണിക്കൂർ നേരം നിൽക്കും. വളരെ സ്ട്രോങ് ആണ് മാൻസറ. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പോരാത്തതിന് ഇത് ടെസ്റ്റർ ബാച്ചാണ്. നല്ലപോലെ മാസറേഷൻ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വാങ്ങിയിട്ട് തന്നെ ഏകദേശം 1.5 മാസമായി. ഞാനത് ഒന്ന് അടിച്ച് 2-3 ഒക്കേഷനിലൊക്കെ അടിച്ചു. എൻ്റെ ലോങ്ജിവിറ്റി അറിയാൻ വേണ്ടി ഞാൻ അടിച്ചു നോക്കി. ഭയങ്കര ലോങ്ജിവിറ്റി ഉണ്ട്. വൈകുന്നേരം രാത്രിയൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ പിറ്റേ ദിവസവും രാത്രി ആയാലും മണം അതേപടി നിൽക്കുന്നുണ്ട്. സ്ട്രോങ് ആണ്. ഓഫീസിലൊക്കെ നിങ്ങൾ ഇത്തരം മണം ഭയങ്കര റെയർ ആയിരിക്കും അല്ലെ? ചെറിയുടെ മണമുള്ള പെർഫ്യൂം അടിച്ചിട്ട് ആരെങ്കിലും ഓഫീസിൽ കടന്നു വന്നിട്ടുണ്ടോ? അപൂർവമായിരിക്കും. സിട്രസ് ഫ്രഷ് പൗഡറി നോട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ചെറിയുടെ മണമുള്ള ഒരു പെർഫ്യൂം അടിച്ചിട്ട് ഒരാൾ, അല്ലെങ്കിൽ ഒരാണോ പെണ്ണോ, അപൂർവമായിരിക്കും അങ്ങനെ നോട്ടുകൾ. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യണം. ഉദ്ദേശിക്കുന്ന പെർഫോമൻസും ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ ഏത് സീസണിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഒക്കേഷൻസ്, നിങ്ങൾക്ക് കല്യാണം, ആഘോഷം, പാർട്ടി, യാത്രകൾ, പിക്നിക്ക്, പുറത്ത് പോകുമ്പോൾ, ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ, ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ, എവിടെ വേണമെങ്കിലും അടിച്ചിട്ട് പോകാം. കോളേജിൽ വേണമെങ്കിലും അടിച്ചിട്ട് പോകാം. കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ, കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂം, ഒരു ഇംപ്രഷൻ കിട്ടാൻ. അതുപോലെ തന്നെ ഡേറ്റ് നൈറ്റിൽ ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവളുമായിട്ടൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നല്ലപോലെ അടിച്ചിട്ട് പോയി നിൽക്കുക. ഉറപ്പായിട്ടും കോംപ്ലിമെൻറ്റ് കിട്ടും. അപ്രീഷിയേറ്റ് ചെയ്യും. ഈ മണം ഒരാണിൽ നിന്ന് ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു മണമാണ്, ഒരു ഫ്രൂട്ടി ഫ്രഷ് ഫ്ലോറൽ സ്മെൽ. സോ ട്രൈ ചെയ്യുക. പെർഫോമൻസ്, ലോങ്ജിവിറ്റി എല്ലാം ഉണ്ട്. വർത്താണ്. ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം. കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂം. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. എപ്പോഴും എൻ്റെ അഭിപ്രായം മാത്രമല്ല നിങ്ങൾ മാനദണ്ഡമാക്കേണ്ടത്. പേഴ്സണലി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പെർഫ്യൂമാണ്, സബ്ജക്റ്റീവാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. ട്രൈ ചെയ്തിട്ട് വേണം വാങ്ങാൻ. നമ്മൾ ഇപ്പോൾ പിറന്നാൾ സമയത്തൊക്കെ കേക്ക് വാങ്ങില്ലേ? കേക്ക് വാങ്ങുമ്പോൾ ചില ബേക്കറിയിൽ നിന്ന് നമ്മൾ കേക്ക് വാങ്ങുമ്പോൾ ആ കേക്കിൻ്റെ പുറത്ത് ഈ ഒരു ചെറി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു തണ്ടോട് കൂടി തന്നെ വെച്ചിട്ടുണ്ടാവും. നീണ്ടിരിക്കും. ചെറിയുടെ ഒരു കമ്പ് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ടാവും. വലിയൊരു കുരു ഉണ്ടാവും. ആ ക്രീം കേക്കിനോടൊപ്പം ആ ചെറിയും കൂടി കഴിക്കാൻ ഭയങ്കര സ്വാദാണ് അല്ലേ? ആ ഒരു ചെറിയുടെ മണം മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ? ആ ഒരു കേക്കിനകത്തിരിക്കുന്ന ടോപ്പ് നോട്ടിലായിട്ട് ഇരിക്കുന്ന ആ ഒരു ചെറി, ആ ചെറിയുടെ മണമാണിതിന്. നിങ്ങൾ കേക്കിൻ്റെ ഒരു ബേക്കറി ടൈപ്പ് സ്മെല്ലല്ല, ആ ചെറിയുടെ മണം. നിങ്ങൾ ചെറിയുടെ മണം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ചെറിയുടെ മണം അറിയുമെന്ന് വെച്ചാൽ നമുക്കത് ഫെമിലിയർ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേക്കിൻ്റെ പുറത്ത് മിക്കവാറും വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാകും. ആ ഒരു ചെറിയുടെ മണമാണ് ഇതിലുള്ളത്. ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇപ്പോൾ നമ്മളൊരു 10 ml ആക്കിയിട്ടുണ്ട്. അവസാനം തുള്ളി ഒഴിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡെഫിനറ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. നമുക്ക് കിട്ടാത്ത നോട്ടുകളാണ്. യുണീക്കായിട്ടുള്ള പെർഫ്യൂമാണ് ഞാൻ പലപ്പോഴും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നത്. സോ എനിക്കും അതാണ് ആഗ്രഹം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. വർത്താണെങ്കിൽ ഫുൾ ബോട്ടിൽ വാങ്ങണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ബെറി സ്വീറ്റ് ഫ്രൂട്ടി ഫ്രഷ് പെർഫ്യൂം ആഗ്രഹിക്കുന്നവർ, ഓഫീസിലൊക്കെ ഒരു റെയർ ആയിട്ടുള്ള, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മണം, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ടൈപ്പ് ഒരു മണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. പിന്നെ മാൻസറയാണ്, നീഷാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ള ഒരു പെർഫ്യൂം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക.